പേടിച്ചിട്ടാണോടി നീ കണ്ണൂര് പോയിട്ട് വിസ്മയെ പോയിട്ട് അവന്റെ കൂടെ കൈപ്പിടിച്ച് റീൽസ് ചെയ്തെന്ന് ചോദിക്കുന്നവരത്ത് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം ഞാനൊരു യൂട്യൂബറാണ്, എന്റെ കൂടെ ക്യാമറമാൻ ഉണ്ടാവും, മാനേജർ ഉണ്ടാവും, വേറെ ഉള്ളതുണ്ടാവും. മാനേജറോ? അത്ര ബഡാ ലെവലിലേക്കൊക്കെ ഉയർന്നു അല്ലേ? ഒരു മാനേജറെ ഹയർ ചെയ്യത്തക്ക രീതിയിലൊക്കെ നല്ലതാണ്. ഒരു യൂട്യൂബർ വലിയ നിലയിലൊക്കെ പോകുന്നത് നമുക്ക് ചങ്കോറ്റം മാത്രമേ ഉള്ളൂ. നമ്മൾ ആരുടെയും വളർച്ച തടയാനൊന്നും ഉള്ള ആളല്ല. നമുക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ. ഷാജി വലിയ രീതിയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. അടുത്ത കോൺട്രവേഴ്സികൾ വരാനായിട്ട് പുള്ളിക്കാരി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷാജിയുടെ മാനേജരെയാണ് നമ്മൾ ഇന്ന് എക്സ്പോസ് ചെയ്യാൻ പോകുന്നത്. കൂടുതലായിട്ട് പിന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും ഷാജിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഷാജിയുടെ പുതിയ പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം ഒരു പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി വിസ്മയ എന്ന് പറയുന്ന ഒരു വാട്ടർ ഡ്രീം പാർക്കിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഞാൻ ചെറിയൊരു ഭാഗത്തിൽ പറയുന്നുണ്ട്, പുള്ളിക്കാരി ആരുടെ കൂടെ കിടന്ന് എന്നൊക്കെ അലറിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ വരാൻ, ഇത് ഇന്ന ആളാണോ എന്ന് വീഡിയോ വരാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ അതിൽ പ്രഡിക്റ്റ് ചെയ്തിരുന്നു. എൻ്റെ പ്രഡിക്ഷൻ കറക്റ്റായി. ഞാനൊരു വലിയ പ്രഡിക്ടറാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമുക്ക് ആദ്യം അലറിക്കൊണ്ട് പോകുന്ന ആ വീഡിയോ കാണാം. പിന്നെ എന്താ, നിങ്ങളിപ്പോൾ ഫോട്ടോ കാണുന്നത് പുള്ളിക്കാരി എടുത്ത ഒരു റീലിൻ്റെ ഫോട്ടോയാണ്. അല്ലാതെ ഈ അലറിക്കൊണ്ട് വാട്ടർ ഡ്രീം പാർക്കിൽ ആർത്തുല്ലസിക്കുന്നത് നമുക്കൊന്ന് കാണാം. പുള്ളിക്കാരി നല്ല ആർത്തുല്ലസിച്ച് പോകുന്നുണ്ട്. നല്ല കാര്യമാണ്. പുള്ളിക്കാരിക്ക് സന്തോഷിക്കാൻ പറ്റൂലേ? പുള്ളിക്കാരി സന്തോഷിക്കട്ടെ. ഇവര് ഞായറാഴ്ച വീട്ടിലേക്ക് പോലീസിനെ വിടും, അറസ്റ്റ് ആവുന്നൊക്കെയല്ലേ വുമൺ കൗൺസിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആരെന്തൊക്കെയോ പറഞ്ഞത് ന്യൂസിൻ്റെ വീട്ടിൽ. പക്ഷേ പുള്ളിക്കാരി അറസ്റ്റ് ആവുമെന്ന് അറിയത്തില്ല കേട്ടോ. ഇപ്പം സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചർച്ചയായി. പുള്ളിക്കാരുടെ കൂടെയുള്ള പുള്ളിക്കാരി ആരുടെ കൊണ്ടാണ് ഇപ്പം നടക്കുന്നത്, പുതിയ ഷറൂഫാണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് പുള്ളിക്കാരിയായിട്ട് വന്നിരിക്കുന്നത്. നമുക്കപ്പോൾ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ എന്തൊക്കെയാണ് പറയുന്നത് ഒന്ന് കേട്ടുക. പുള്ളിക്കാരി പറഞ്ഞു കഴിഞ്ഞാൽ വിവാദമാണല്ലോ, നമുക്ക് കേൾക്കാം, സ്വാഭാവികം. പേടിച്ചിട്ടാണോടി നീ കണ്ണൂര് പോയിട്ട് വിസ്മയെ പോയിട്ട് അവന്റെ കൂടെ കൈപ്പിടിച്ച് റീൽസ് ചെയ്തെന്ന് ചോദിക്കുന്നവരത്ത് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം ഞാനൊരു യൂട്യൂബറാണ്, എന്റെ കൂടെ ക്യാമറമാൻ ഉണ്ടാവും, മാനേജർ ഉണ്ടാവും, വേറെ ഉള്ളതുണ്ടാവും. ഞാൻ ഒരു യൂട്യൂബർ ആകുമ്പോൾ മാനേജറൊക്കെ വേണം. മാനേജർ ആവശ്യമുണ്ട്. എനിക്ക് മാനേജർ ആവശ്യമുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വരിക. പക്ഷേ പൈസ ഒന്നും തരത്തില്ല, ഫുഡ് തരാം. മാനേജർക്ക് നമ്മൾ പൈസ ഒന്നും കൊടുക്കത്തില്ല. നമ്മൾ അത്രയും വലിയ നിലയിലോട്ടൊന്നും പോയിട്ടില്ല. നമ്മൾ മോട്ട ചാനൽ. അപ്പോൾ യൂട്യൂബറിന് മാനേജറുണ്ട്. നല്ല കാര്യമാണ്. അവർ ഒരു മാനേജറെയൊക്കെ വെച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ വളരുന്നത് നല്ല കാര്യമാണ്. അതിനൊന്നും നമ്മൾ തെറ്റു പറയുന്നില്ല. അതൊന്ന് വളരട്ടെ. മാനേജർ പറ. മാനേജറുടെ കൂടെ എന്തിനാണ് കയ്യെ പിടിച്ച് അഭിനയിക്കുന്നത്? ആക്ടറിൻ്റെ കൂടെ അല്ലേ കയ്യെ പിടിച്ച് അഭിനയിക്കണ്ടേ? മാനേജറിൻ്റെ എന്താണ് കയ്യെ പിടിക്കുന്നത്? യൂട്യൂബറുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും, അവരുടെ കൂടെയൊക്കെ റീൽസ് ചെയ്യും, വേറെ ചെയ്യും. എന്താ ഒരു സിനിമയിൽ ചാൻസ് കിട്ടി, റീൽസ് ചെയ്യും. ഞാനൊന്നും പറയുന്നില്ല. ഒരു സിനിമയിൽ എനിക്ക് ചാൻസ് കിട്ടി, അവന്റെ കൂടെ എനിക്ക് അഭിനയിക്കണം. അവരുടെ കൂടെ കൈ പിടിച്ച് അഭിനയിക്കേണ്ടി വരും, ചിലപ്പോൾ കെട്ടി പിടിച്ച് അഭിനയിക്കേണ്ടി വരും, ചിലപ്പോൾ കിസ് ചെയ്ത് അഭിനയിക്കേണ്ടി വരും. എന്താ ചെയ്യാ, അഭിനയിക്കേണ്ടി വേണം. എനിക്ക് പൈസ അല്ലേ വലുത്, പൈസ വേണം. എന്റെ മക്കളെ നോക്കാൻ എനിക്ക് പൈസ വേണം. അതുകൊണ്ട് ഞാനത് ചെയ്യുന്നേ വേണം. അതായത് തെറ്റാണെന്ന് എന്റെ പഠിച്ചവൻ എനിക്ക് പറയുന്നില്ല. അതെന്റെ ജീവിത മാർഗം. അത് തെറ്റാണെന്ന് പടച്ചോൻ പറയുന്നില്ല, അത് ജീവിത മാർഗമാണ്. ഇവരിൽ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ, മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് ഇവർ പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീക്ക് ഇത്രയധികം സൈബർ ബുള്ളിങ് ഉണ്ടാകുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും ഇപ്പോൾ അവരൊരു ലൈവ് വന്നാൽ തന്നെ ഒരു 90 കമൻറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു 75 കമൻറ്റുകളും ചീത്ത വിളിച്ചിട്ടുള്ള കമൻറ്റുകളാണ് അവർക്ക് വരുന്നത്. എന്നിട്ടും അവർ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യം വേണം, പിള്ളേരെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ മുമ്പോട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ, നാക്കിന് ലൈസൻസ് ഇല്ല. എന്താണ് ഇവർ പറയുന്നതെന്ന് ഇവർക്ക് തന്നെ വെളിപ്പെടുത്തുമില്ല. കഞ്ചാവടിയ മുത്തു അമ്മയുടെ ഒക്കെ കാണിക്കുന്നു. അങ്ങനെ പുള്ളിക്കാരിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല. ഫെയിം കിട്ടിയപ്പോഴത്തേനും അത് ഹാൻഡിൽ ചെയ്യാൻ അറിയത്തില്ല. അതാണ് പുള്ളിക്കാരിക്ക് പറ്റിപ്പോയത്. മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ട്, മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട്, അതുപോലെ പല നടന്മാരും അഭിനയിക്കുന്നുണ്ട്. എത്രയോ മുസ്ലിം നടിമാരുണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത ഐത്യവും. മോഹൻലാൽ മുസ്ലിം അല്ലോ, മമ്മൂട്ടി മാത്രമാണ് മുസ്ലിം. അപ്പോൾ ഒരുപാട് നടന്മാർ അഭിനയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവരെല്ലാം അഭിനയിക്കുന്നുണ്ട്. പക്ഷേ അവർ യൂട്യൂബിൽ കാണിച്ചെന്ന മാതൃക ഷാജി കാണിച്ചെന്ന മാതൃകയല്ല. നിങ്ങൾ എത്രക്കെ ന്യായീകരിച്ചാലും നിങ്ങൾക്കൊരു തെറ്റ് പറ്റി. ഒന്നല്ല, കുറേ തെറ്റുകൾ പറ്റി. ഈ മാല മേടിച്ചിട്ടതും 27 വയസ്സുള്ള പയ്യനും നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങൾ പറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെ പല ആൾക്കാരുടെ മനസ്സിലേക്ക് ബ്രാൻഡ് ചെയ്യപ്പെട്ടത്
അത് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നിരുന്നിട്ട് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നെ നമ്പർ കിട്ടിയത് അങ്ങനെ വിളിക്കരുത് ഇങ്ങനെ വിളിക്കരുതെന്നൊന്നും പറയുന്നത്, അത് അങ്ങനെ വിളിക്കുന്നത് തെറ്റാട്ടോ, അങ്ങനെ വിളിക്കുന്നത് ശരിയാണെന്നല്ല. പക്ഷേ നിങ്ങളെ ഒരു അങ്ങനത്തെ ഒരു സ്ത്രീയായിട്ട് ഒരുപാട് ആൾക്കാരുടെ മനസ്സിലേക്ക് മുദ്ര കുത്തപ്പെട്ടു. അത് നിങ്ങൾ പോസിറ്റീവായിട്ട് നിന്ന് മാറ്റുക എന്നുള്ളതുള്ളൂ. വീണ്ടും നീ ഏതാ മറ്റവനെ മാർച്ചവനെ ഓലക്കാട മൂടവനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീണ്ടും നിങ്ങൾ ട്രിഗർ ചെയ്തുകൊണ്ടേയിരിക്കും. ട്രിഗർ ആയിക്കോട്ടെ, നമുക്ക് കണ്ടു കിട്ടിയ പോരെ. വേറുള്ളതും ഭർത്താക്കന്മാരില്ലാത്ത ഞങ്ങൾക്ക് മാത്രം എന്തിനാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത്? അതെനിക്ക് അറിയില്ല. പിന്നെ എന്റെ ഏജ് 32 വയസ്സ് 33 വയസ്സായിട്ടുള്ളൂ. 30/5/92 എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. നിങ്ങൾ പറയുന്ന ഈ 5 മക്കളുടെ തള്ളാന്ന് പറയുന്ന ആള് ഞാൻ തന്നെയാണ്. 5 മക്കളെ പെറ്റതുകൊണ്ട് ഞാൻ തള്ള. 5 മക്കളിനെ പെറ്റതുകൊണ്ട് തള്ളയാവില്ല. ഓക്കെ, 32 വയസ്സുള്ള 5 മക്കളെ പെറ്റ താങ്കൾ തള്ളയാവില്ല. തള്ള എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഒരു പര്യായ പദങ്ങളായിട്ടാണ് പലയിടത്തും കാണുന്നത്, അല്ലെങ്കിൽ പ്രായമായ ഒരു സ്ത്രീ എന്ന് തന്നെ നമുക്ക് വെക്കാം. പിന്നെ 5 മക്കളെ പെറ്റ 32 വയസ്സുള്ള താങ്കളെ ഞങ്ങൾ ചുറ്റുടുവാവേ എന്ന് വിളിക്കണോ? നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് പ്രായമായി, മുടിയൊക്കെ നരച്ചു തുടങ്ങി, അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കുക. നമുക്ക് പ്രായമുണ്ട്, അതങ്ങ് അംഗീകരിച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ആരും ഇനി പുള്ളിക്കാരി തള്ളേന്ന് വിളിക്കില്ല കേട്ടോ. ആരെങ്കിലും പുള്ളിക്കാരി കാണുവാണെങ്കിൽ ബേബി എന്ന് വിളിക്കണം. അതായത് മറ്റേ ക്യൂട്ട് ബേബി അല്ല കേട്ടോ, ബേബി, ആ ബേബി എന്ന് വിളിക്കണം കേട്ടാ. 5 മക്കളെ പ്രസവിച്ചു. അതെന്റെ വീട്ടുകാരി എന്നെ 15 വയസ്സിൽ കെട്ടിച്ചു കൊടുത്തോണ്ട് ഈ പ്രായം മുറിക്ക് എനിക്ക് 5 മക്കളായി. +1 പഠിക്കണം മോനായി. അപ്പോൾ +1 പഠിക്കുന്ന മോനായി, ആ വയസ്സിൽ കെട്ടിച്ചിട്ട് അതുകൊണ്ട് പിള്ളേരുണ്ടായത്, അതൊന്നും തെറ്റൊന്നും പറയുന്നില്ല, അതൊക്കെ നല്ല കാര്യമാണ്. പോലുള്ളൊരു മോനാണ്. എനിക്ക് ആ ഉമ്മാനും ഉപ്പാനും കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ കാണാൻ പോകുന്നുണ്ട് ഈ മാസം. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ മറ്റേ ഷഹബാസിന്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യത്തെ കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത്. ഇവരുടെ നെഗറ്റീവ് പറയുമ്പോൾ പോസിറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് നമ്മൾ പറയണമല്ലോ. അപ്പോൾ ഇവർ പറയുന്നത് ഷഹബാസിന്റെ വീട്ടിൽ പോയിട്ട് അവരെ കാണും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കേട്ടോ, ഇത് ഇതിനകത്ത് വളരെ പോസിറ്റീവ് ആയിട്ടൊരു പോയിന്റ്. നമ്മൾ ചുമ്മാ കുറ്റം അവരാതെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് പോസിറ്റീവ് വെക്കാം. എന്റെ യൂട്യൂബിന്റെ ഏണിങ്സ് വന്നാൽ ഞാൻ അവരെ കാണാൻ പോകുന്നുണ്ട്. കോഴിക്കോട് ഞാൻ ഇതേപോലെ ഷഹബാസിന്റെ ഉമ്മാനെ ഉപ്പാനെ ആ സഹോദരങ്ങളെ ഞാൻ കാണാൻ പോകുന്നുണ്ട്. എല്ലാവരും എന്റെ അടുത്ത് വെച്ചു, എന്തേ ഷഹബാസിന്റെ വീട്ടിൽ പോകണില്ലേ? പോകണ്ടേ. ഷഹബാസിന്റെ വീട്ടിൽ കയ്യും വീശി എനിക്ക് പോകാൻ പറ്റില്ല. ആ വീട്ടിൽ കയ്യും വീശിട്ട് കയറി ചെല്ലാൻ പറ്റുമോ? ഇല്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടി അത് അവർക്കെങ്കിലും എനിക്ക് എത്തിക്കണം. എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ വീട്ടിലെത്തിക്കണം. അവരുടെ വീട്ടിൽ പോകുമ്പോൾ കൈ വീശി പോകാൻ പറ്റത്തില്ല. എല്ലാം നല്ല കാര്യമാണ്. അവരുടെ വീട്ടിൽ പോകണം, അവരെ സഹായിക്കാൻ ഒരു നല്ല മനസ്സ് കാണിച്ചു. നിങ്ങൾക്ക് ഉള്ള സമയത്ത് നിങ്ങൾ മറ്റൊരാളെ കാണിക്കാൻ സഹായിക്കാൻ ഒരു നല്ല മനസ്സ് കാണിച്ചു, വളരെ നല്ല കാര്യമാണ്. പക്ഷേ അതിലെ പ്രശ്നം എന്താണെന്നറിയോ? അവിടെ ചെന്നിട്ട് ദയവ് ചെയ്ത് ലൈവ് ഇട്ട് നശിപ്പിച്ചത്. നിങ്ങൾ ചെന്നില്ലെങ്കിലും കുഴപ്പമില്ല, സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവരെ ഉപദ്രവിക്കുക. നിങ്ങളുടെ ഒരു നേച്ചർ വെച്ചിട്ട് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് ഒരു ലൈവ് ഇട്ടിട്ട് കഞ്ചാവടിയൻ മുത്തു ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് തൊലഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾ ചെല്ലുക, കാണുക, വരിക. നിങ്ങളത് വീഡിയോ മാക്സിമം അപ്ലോഡ് ചെയ്യാതിരിക്കുക. അതിനുശേഷം സ്വാഭാവികമായിട്ട് ഇവർ പറയാൻ പോകുന്നത് നമ്മൾ വീണ്ടും പ്രഡിക്ഷൻ വേണ്ട, നമുക്ക് ബാക്കിയേക്കാം. ഈ വീഡിയോ ഫുൾ ഒരു മോട്ടിവേഷനാണ്. ഇപ്പോൾ ഒരു മോട്ടിവേഷൻ സ്പീക്കറായിട്ട് ഷാജിദ ഷാജി മാറി. കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മോട്ടിവേഷൻ വേണമെങ്കിൽ ഷാജിദ എടുത്തിട്ടില്ല, ഷാജിദ കുറേ മോട്ടിവേഷൻ വാരി നിങ്ങളുടെ കയ്യിലോട്ട് വെച്ചിട്ട് ആ മോട്ടിവേഷൻ കൊണ്ട് വീട്ടിൽ പോവാം. പുള്ളിക്കാരുടെ കുറച്ച് മോട്ടിവേഷനോട് നമുക്ക് കേൾക്കാം. എങ്കിലും ഒരു ദിവസം നീ വിജയിച്ചിരിക്കും. എന്താ പറയാ, അതുപോലെ നോണ പറയുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ നോണകൾ ഫസ്റ്റ് വിജയിക്കും. പക്ഷെ സത്യല്ലേ കുറച്ച് ലേറ്റ് ആയാലും വിജയിക്കും. സത്യമാണ് മെയിനായിട്ട് നിൽക്കുള്ളൂ. ആ സത്യം നീ എന്തൊക്കെ ഇതാക്കിയാലും ആ സത്യം പുറത്തു വരും. ഇന്നല്ലെങ്കിൽ നാളെ ആ സത്യം പുറത്തു വരും. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇത് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി അല്ലല്ലോ അല്ലേ? ഈ സത്യം മറച്ചു വെച്ച് കള്ളം പുറത്തു വെച്ച് സത്യം എവിടെങ്കിലും വെച്ച് കള്ളം എവിടെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഈ സത്യം മതിലെല്ലാം പൊട്ടിച്ച് വെളി വരും എന്നുള്ളത് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി അല്ലോ. കുറച്ച് നാളുകൾക്ക് മുമ്പേ കുറച്ച് കള്ളങ്ങളൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. ചാനലിൽ പോയിരുന്നിട്ട് എനിക്ക് അന്നേരം വായി തോന്നി ഞാനൊക്കെ പറയും എന്നൊക്കെ ഒരു സാധനം നടത്തിയിരുന്നു. അപ്പോൾ ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി അല്ലെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇപ്പൊ ഫുൾ മോട്ടിവേഷനാണ്. മോട്ടിവേഷൻ ഭാര്യ അങ്ങ് ബെറ്ററുമാണ്. കൊച്ചിയിൽ വേറെ കുറെ 3-4-5 ആൾക്കാരെ ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്. അതിലൊക്കെ പണ്ടത്തെ സർപ്പലിന്റെ കഥ ഇന്റർവ്യൂസ് വരുന്നുണ്ട്. നമുക്ക് ചാകര വരാൻ പോവാണ്. പഴയ സർഫലിന്റെ കഥയൊന്നും അല്ല വരുന്നത്, ഏരിയലിന്റെയോ ടൈഡിന്റെയോ കഥയായിട്ടാണ് കേട്ടോ ഇനി വരുന്നത്. ഇനി സർഫലിയുടെ കഥയില്ല, വേറെ കഥകളൊക്കെ ആയിട്ട് ഇന്റർവ്യൂ വരുന്നുണ്ട്. മേ ബി യൂട്യൂബറിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കുത്തിയിരുന്ന് അപരാധം പറയാനുള്ള ചാൻസ് ഉണ്ട്. അവരെടുത്ത് വഞ്ഞിക്കിടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മാസ്റ്റർ മൈൻഡ് മാനുവിനെ പറയുമെന്ന് അറിയത്തില്ല കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരുന്നു നമുക്ക് ഉറിച്ചാന്. വേറുള്ള കഥകളെല്ലാം വരുന്നത്. ഷാജിനെ എത്രത്തോളം തരം താഴ്ത്തിയോ, ഷാജിനെ എത്രത്തോളം ഷാജിന്റെ വീഡിയോസ് ഇട്ട് അലമ്പാക്കിയോ അവർക്കൊക്കെ ഉള്ള ബദലായിട്ട് ഇന്റർവ്യൂസ് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വെയിറ്റ് ആൻഡ് സീ. അപ്പൊ അത്രയൊക്കെ പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ല സമയത്ത്. ഐ ആം വെയിറ്റിംഗ്. നമ്മളെ പറയത്തില്ല കേട്ടോ, കൈസിന്റെ അല്ലോട്ടെ കയറത്തുള്ളൂ, കൈസിനെ പറയാൻ സാധ്യതയുള്ളൂ. ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരിപ്പോൾ ഈ വലിയ നിലയിലേക്ക് ഉയർന്നു എന്ന് ആൾക്കാരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇവർ ഒരുപാട് ദാരിദ്ര്യം പറഞ്ഞിട്ടൊക്കെയാണ് വന്നത്. പക്ഷേ ഇപ്പം എല്ലാവരും അങ്ങ് പുച്ഛമാണ്. നീ എനിക്ക് കൊണ്ട് തിരുവോട ആ ഒരു സെറ്റപ്പിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. ഇവരാദ്യം കണ്ടപ്പോൾ ഒരു അയ്യോ പാവം സെറ്റപ്പിൽ നിന്ന് ഇപ്പോൾ ഒരു അഹങ്കാരി എന്നൊരു ബ്രാൻഡിങ്ങിലേക്ക് മുദ്ര കുത്തപ്പെട്ടിട്ടുണ്ട്.
ഇപ്പോൾ സ്വന്തമായിട്ട് മാനേജറെ വെച്ചു, ക്യാമറമാനെ വെച്ചു, യൂട്യൂബ് ഹാൻഡിൽ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ടീമിനെ വെച്ചു, വലിയ നിലയിലേക്ക് ഉയർന്നു വരുന്നു. വീണ്ടും വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. നമ്മളും പുറകെയുണ്ട്. ഷഹബാസിന്റെ വീട്ടിൽ പോയിട്ട് തോന്നിയ സ്ഥലം ഒന്നും കാണിക്കാതിരിക്കുക. അപ്പോൾ ഈ കൂടുള്ള മാനേജർ ശരിക്കും ആരാ?